റോഡടച്ച് ഏരിയ സമ്മേളനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ DGPക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതിയിൽ ഹാജരായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സത്യവാങ്മൂലം നൽകാൻ 3 ആഴ്ച സാവകാശം നൽകി. കേസ് മാർച്ച് 3-ന് വീണ്ടും പരിഗണിക്കും. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടിച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വൈകുന്നേരം 4:30-ക്ക് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടത്. തിങ്കളാഴ്ച മറ്റു നേതാക്കൾ ഹാജരായിരുന്നു. തിങ്കളാഴ്ച ഹാജരാകുന്നതിൽ ഇളവ് തേടി MV ഗോവിന്ദൻ നൽകിയ അപേക്ഷ അനുവദിച്ചായിരുന്നു കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. ഡിസംബർ 5-നായിരുന്നു വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ചുള്ള CPM പാളയം ഏരിയ സമ്മേളനം. KPSCയുടെ നാടകം ഉൾപ്പെടെ സ്ഥലത്ത് അരങ്ങേറി. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കളടക്കം മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയായിരുന്നു ഹൈക്കോടതി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ നിരുപാധികം മാപ്പപേക്ഷിച്ചെങ്കിലും അധിക സത്യവാങ്മൂലം സമർപ്പിക്കാനായി 3 ആഴ്ച സാവകാശം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരുന്നു. നേതാക്കൾ വ്യക്തിഗത സത്യവാങ്മൂലവും നൽകണം. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. ജനം, കൊച്ചി.